ആണല്ലോ. ഹലോ ഫ്രണ്ട്സ്, ചെടിക്ക് വെള്ളം നനയ്ക്കാനായിട്ട് നമ്മളൊരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ സ്പ്രേ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അത്രയും ഏരിയ നമ്മൾ നിന്നാണ് ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒഴിവാക്കാനായിട്ട് വേറൊരു മാർഗ്ഗം ഇപ്പോൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഒരു ടാപ്പ് കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടാപ്പ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടാപ്പ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ടാപ്പാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഓസ് ഹോൾഡർ വരുന്നുണ്ട്. പ്ലഗ് അഴിച്ച് മാറ്റിയിട്ട് ഈ ടാപ്പ് ഒന്ന് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. അഴിച്ച് മാറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ വാൾവ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ ഈ ടാപ്പിൽ തന്നെ ടഫ്ലോൺ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ പുതിയ ടാപ്പിൻ്റെ ഹോസ് ഹോൾഡറിനകത്ത് ഇത് കയറ്റി വയ്ക്കുക. ടാപ്പിലോട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ഹോസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടാപ്പിലോട്ട്. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടതുണ്ടോ, ഈ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇറിഗേഷൻ പോലെ സ്പ്രേ ആവുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ഈ ഹോള് തന്നെ, ഈ ഹോസ് എവിടെ എത്ര നീളമുണ്ടോ അത്രയും നീളം നമ്മൾ ഈ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഹോളിട്ട് പോകുന്നതായിരിക്കും. കാണുന്നുണ്ടോന്ന് അറിയില്ല, കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് ഈ ഹോളിട്ടിട്ട് പോകാം. അങ്ങനെ നമ്മുടെ ജോലി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ആ ഹോസിൽ ഹോളിട്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അതൊക്കെ ഈ നനഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ആ ഹോൾ ഇട്ടിരിക്കുന്നതാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും നമ്മളിവിടെ ഹോൾ ഇട്ടിട്ടില്ല. ഇതുണ്ടല്ലോ, കണ്ടോ, ഇവിടെ മാത്രം ഞാൻ ഹോൾ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. ഈ ഭാഗത്തും കൂടി ഉണ്ട്. വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് വെള്ളം പോകുന്നത് കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. നമുക്ക് ഒരു നിശ്ചിത ടൈം ആകുമ്പോഴത്തേക്കും ടാപ്പ് ഒന്ന് അടയ്ക്കാവുന്നതാണ്. ആണല്ലോ.